നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ 4th ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 4th ബ്ലോക്കിൽ പൊതുവായിട്ട് ചർച്ച ചെയ്യുന്നത് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ടു ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രശ്നങ്ങളും അതുപോലെ വെല്ലുവിളികളുമാണ് ഇവിടെ പൊതുവായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതില് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറയുന്നത് NGO ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് NGO, മനുഷ്യാവകാശ സംരക്ഷണത്തില് NGOസിന്റെ പങ്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ എന്താണ് NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇത് സർക്കാരിതരം അല്ലെങ്കിൽ സർക്കാരിന് പുറത്ത് പ്രവർത്തിക്കുന്ന എന്നാൽ ലാഭോദ്ദേശമില്ലാതെ പുറപ്പെടുവിക്കുന്ന സ്വതന്ത്ര സംഘടനകളെയാണ് നമ്മൾ NGO എന്ന് പറയുന്നത്. ഇതില് മനുഷ്യാവകാശ സംരക്ഷണം, അതുപോലെ സാമൂഹ്യ നീതി, പരിസ്ഥിതി സംരക്ഷണം, കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും ഒക്കെ ക്ഷേമം തുടങ്ങിയ പല മേഖലകളിലും പലതരത്തിലുള്ള NGOs പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് സ്വതന്ത്ര സംഘടനകളാണ്, സ്വകാര്യ സംഘടനകളാണെങ്കിൽ പോലും സർക്കാർ സംഘടനയെ പോലെ തന്നെയാണ്, ലാഭേച്ഛ കൂടാതെയാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ മനുഷ്യാവകാശ രംഗത്തെ NGOകളുടെ പങ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മനുഷ്യാവകാശങ്ങൾ ലംഘനങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ അത് രേഖപ്പെടുത്തുക, അതുപോലെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, നിയമസഹായം നൽകുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിയമസഹായം നൽകുക. അതുപോലെ സർക്കാർ നയങ്ങളില് ഒരു പ്രഷർ ചെലുത്തിയിട്ട് ഒരു അഡ്വക്കസി, ഒരു അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കുക. ഇതെല്ലാം തന്നെ അതുപോലെ അന്താരാഷ്ട്ര വേദികളിൽ ഈ പ്രശ്നം ഉന്നയിക്കുക, ഇത് ആഗോള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, ഇതെല്ലാം ഈ NGOകളുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ NGOകൾ ചെയ്യുന്ന സേവനങ്ങളായിട്ട് നമുക്ക് പട്ടികപ്പെടുത്താനായിട്ട് സാധിക്കും. ദെൻ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര NGOസിനെ കുറിച്ചാണ്, NGOs ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു NGO ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇത് രാഷ്ട്രീയ തടവുകാര്, അതുപോലെ പീഡനങ്ങൾക്ക് എതിരെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു NGO ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇനി മറ്റൊന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അതുപോലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്, യുദ്ധബാധിതർക്ക് സഹായം നൽകുന്ന ഒരു സംഘടനയാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഒരു പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ്. അപ്പൊ ഇവരെല്ലാം തന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGOs ആണ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട NGOs ഏതൊക്കെയാണെന്ന് നോക്കാം. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, അതായത് PUCL, പൗരാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്ന സംഘടന, നമുക്കറിയാം വിവരാവകാശമൊക്കെ പാസ്സാക്കുന്നത് ഈ ഒരു രാജസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടനയാണ്. ഇവരുടെ പ്രഷർ മൂലമാണ് ഈ വിവരാവകാശമൊക്കെ പാസ്സാകുന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ, കുടിയൊഴിപ്പിക്കലിനെതിരെ നർമ്മദ വാലിയിൽ അല്ലെങ്കിൽ നർമ്മദ നദിയില് സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു NGO ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പോ അത്തരം ഇത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റൊന്നൊരു സംഘടനയാണ് ചിപ്കോ മൂവ്മെന്റ്. അപ്പൊ ഇവരുടെയൊക്കെ സംഭാവന എന്ന് പറയുന്നത് വളരെ നിസ്തുലമാണ്. കാരണം ഒരുപാട് ഈ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അതിന് പരിഹാരങ്ങൾ നേടുകയും അത് അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഈ ഒരു പ്രശ്നത്തെ കൊണ്ടുവരികയൊക്കെ ചെയ്യാൻ ഇത്തരം NGOകളുടെ പ്രവർത്തനം സഹായകമാണ്. ഇനി മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ നോക്കാം. ഒന്നാമത്തേത് അഹിംസാപരമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇത്തരം സംഘടനകൾ സംഘടിപ്പിക്കുന്നത്. പിന്നെ പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തം അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബോധവൽക്കരണ മാർഗങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിയമ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ഒക്കെ, അതായത് പൊതു താല്പര്യ ഹർജികളൊക്കെ ഇവര് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്തരം പ്രശ്നങ്ങള് സമൂഹത്തിന്റെ ശ്രദ്ധയില് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശ വിഷയങ്ങളെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ നിയമപരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സമ്മർദ്ദം ചെലുത്തി, ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് നിയമങ്ങളൊക്കെ പരിഷ്കരിക്കാനൊക്കെ കാരണമായിട്ടുണ്ട്. ദുർബല വിഭാഗങ്ങളുടെ ശബ്ദമായിട്ട് തന്നെ ഇത്തരം സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഒരു
വലിയ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ധനസമാഹരണത്തിൽ അവർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുപോലെ സർക്കാർ പല NGOസിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ സർക്കാരിന്റെ നിയന്ത്രണം അവരനുഭവിക്കുന്ന പ്രശ്നമാണ്. കൂടാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അതുപോലെ സുരക്ഷാ ഭീഷണികളൊക്കെ പല NGOസിനും നേരിടേണ്ടി വരുന്നു. ഇനി NGOകള് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും അതുപോലെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മള് ഇന്ത്യയിലെ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന PUCL-നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. PUCL ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പൗരാവകാശ സംഘടനയാണ്. രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് PUCL. ഇതൊരു നോൺ ഗവൺമെന്റൽ സംഘടനയാണ്, അതായത് ഒരു NGO ആണ്. ഇനി ഇതിന്റെ രൂപീകരണം 1976 പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന പേരിലാണ് ആരംഭിക്കുന്നത്. പിന്നീട് 1980 ഇത് PUCL എന്ന പേരിൽ പുനഃസംഘടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ സ്ഥാപകൻ ജയപ്രകാശ് നാരായണനാണ്. അതുപോലെ ഇത് അടിയന്തരാവസ്ഥ കാലത്ത് 1975-77 കാലഘട്ടത്തിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത്. കൂടാതെ അന്നത്തെ പൗരസ്വാതന്ത്ര്യം അതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് വന്ന ഒരു NGO ആണ് PUCL. ഇനി ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൗരസ്വാതന്ത്ര്യങ്ങള് അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, അത് പ്രചരിപ്പിക്കുക, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ അറസ്റ്റ്, കസ്റ്റഡി മരണം, പീഡനം ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യുക, ഇതിനെതിരെ പ്രതികരിക്കുക, ശബ്ദം ജനങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കുക, അതുപോലെ സാമൂഹ്യ നീതി ഉറപ്പാക്കുക, അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഇത്തരം ഈ ഒരു സംഘടനയുടെ PUCL-ന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതിന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് സാമൂഹ്യ ക്ഷേമമാണ് എന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക, അത് കസ്റ്റഡി മരണം, വ്യാജ ഏറ്റുമുട്ടലുകൾ, ഈ ഫേക്ക് എൻകൗണ്ടേഴ്സ് ഒക്കെ നടക്കുന്നത് അന്വേഷിക്കുക, അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതൊക്കെ PUCL-ന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുക. അതിനു വേണ്ടിയിട്ട് PUCL ബുള്ളറ്റിൻ എന്ന് പറയുന്ന ഒരു ബുള്ളറ്റിൻ ഉണ്ട്. ഇതിലാണ് ഇത്തരം പല സംസ്ഥാനങ്ങളിലെയും മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, റിപ്പോർട്ടുകൾ ഇതിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇനി നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ PUCL-ന് സാധിക്കാറുണ്ട്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തന്നെ പൊതു താല്പര്യ ഹർജികള്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സമർപ്പിക്കുക ഇവരുടെ ഒരു രീതിയാണ്.